നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി, നീ ഇങ്ങനെ കരയാതെ മീനാക്ഷി. വല്യമ്മാവന് ഒന്നും ഉണ്ടാവില്ല, ഒരാപത്തും ഉണ്ടാവില്ല. മുത്തച്ഛനെ കണ്ടോ? അദ്ദേഹത്തിന്റെ മുഖം കണ്ടോ? നിന്റെ അച്ഛന്റെ അച്ഛനായിരിക്കുന്നത്. ആ ചുണ്ടനങ്ങുന്നുണ്ടോ? പ്രാർത്ഥിക്കുക. വളരെ കോൺഫിഡൻസോടുകൂടിയ മുത്തച്ഛനെ ഇരിക്കുന്നത്. സ്വന്തം മകന് ഒന്നും വരില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെ. ദൈവമേ കണ്ടോ? ആ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്. പ്രാർത്ഥിക്കുക. അതുപോലെ നീയും നിന്റെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ അച്ഛനൊന്നും വരില്ല. എല്ലാരും പറയുന്നത് കേട്ടിട്ടില്ലേ? ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അപ്പോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും. എന്റെ മീനാക്ഷിയല്ലേ, വിഷമിക്കാതിരിക്കുക. എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ വരും. മീനാക്ഷി, സമാധാനിക്കുക. രാമേട്ടാ, ഇതൊന്ന് ഡോക്ടേഴ്സ് ഒന്ന് പുറത്തോട്ട് വരാത്തത്? അതോ അവരെല്ലാം ലിഫ്റ്റ് വഴി പോയോ? ഒന്നും അറിയില്ലല്ലോ. ഓപ്പറേഷൻ കഴിയാൻ സമയമായിട്ടില്ല. ഡോക്ടർ, എന്താ ഡോക്ടർ? ഓപ്പറേഷൻ സക്സസ്. ദൈവമേ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. പക്ഷേ 24 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതുവരെ പേഷ്യന്റിനെ കാണാൻ കഴിയില്ല. അല്പം കഴിഞ്ഞ് പേഷ്യന്റിനെ ICUലേക്ക് മാറ്റും. എനിക്ക് അച്ഛനെ കാണണം. ഡോണ്ട് വറി, ICUലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ICUയിൽ കയറാം. മോളല്ലേ, മോള് കയറിക്കോളൂ. താങ്ക് യു ഡോക്ടർ. ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കേ. ഓ ഈശ്വര. കുഞ്ഞമ്മാവ, എന്താ മോനെ? മുത്തശ്ശനെയും അച്ഛനെയും ദൈവമേയും കൂട്ടി വീട്ടിലേക്ക് വയ്ക്കോ? ഞാനിവിടെ നിന്നോളാം മോനെ. അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. എന്നോട് വീട്ടിലേക്ക് പോവാൻ നിർബന്ധിക്കരുത് ACP. അപ്പോ കുഞ്ഞോ? കുഞ്ഞിനെ ഞാൻ ഇവിടെ നോക്കിക്കോളാം. അത് ശരിയാവില്ല മോളെ, ഇതൊരു ഹോസ്പിറ്റലല്ലേ. അല്ല, ഞാനും കൂടെ ഇവിടെ നിൽക്കാം. അപ്പൊ കുഞ്ഞിനെ നോക്കാമല്ലോ. അതൊന്നും വേണ്ട. വീട്ടില് മുത്തശ്ശി തനിച്ച. എല്ലാരും പൊയ്ക്കോ. ദേവമ്മ കുഞ്ഞിനെയും കൊണ്ട് പൊയ്ക്കോ. തൽക്കാലം ഞാനും മീനാക്ഷി ഇവിടെ നിൽക്കാം. അത് മതി. അമ്മയെ മുറിക്കാതെ കാണാനില്ലല്ലോ. പിന്നെ
പിന്നെ എവിടെ പോയി? വാ. കാണുന്നില്ലേ? ഇല്ല, അവളൊന്നും കാണുന്നില്ല. പിന്നെ ഇവളിത് എവിടെ പോയി? ഇനി വല്യേട്ടനെ കാണാൻ ഹോസ്പിറ്റലിലോട്ട് പോയോ? ജഗദീഷ് ചേട്ടാ, അമ്മയല്ലേ ഇതേ വരുന്നത്? രാജലക്ഷ്മി ഇത് എവിടെ പോയിരുന്നു? ഞങ്ങളൊക്കെ അങ്ങ് ഭയന്നുപോയി. എന്താ, ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോയെന്ന് എല്ലാരും കരുതിയോ? അങ്ങനെയൊന്നും രാജലക്ഷ്മി മരിക്കില്ല. കനുവിനെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചുമൊക്കെ വല്ലാതെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. മനസാക്ഷി വേണമെന്നും എല്ലാവരോടും ഉപദേശിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അതൊന്നും ഇവിടെ പ്രവൃത്തിയിൽ കാണാനില്ല. എനിക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് എന്റെ ജീവിതം. ഊൽപ്പാലത്തിലെ എന്റെ വലിയേട്ടൻ അമ്മ പ്രസവിച്ചാടുന്നാണ് എന്റെ ധാരണ. എന്താടാ, കളിയാക്കുകയാണോ? കാര്യം പറഞ്ഞതാ. ഇതുവരെ അമ്മയുടെ മുഖത്ത് നോക്കിയൊരു ധിക്കാരം ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയേണ്ടി വന്നു. ക്ഷമിച്ചേക്ക്. 24 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിനക്കൊരു സങ്കടവുമില്ല രാജലക്ഷ്മി? അവൻ നിന്റെ മകൻ തന്നെയല്ലേ? അവനില്ലാത്ത ലോകത്ത് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? അവനില്ലാതെ 19 കൊല്ലം ഞാൻ ജീവിച്ചില്ലേ? ഇനി അങ്ങനെ തന്നെ ജീവിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.